നിങ്ങളാരാ? എന്താ ഇത് പ്രവീണ്, ടൂ മച്ച് അല്ലേ ഇത്? അദ്ദേഹത്തിന്റെ കമ്പനി ഷെയർ വേണം, അദ്ദേഹത്തിന്റെ ഡയറക്ടേഴ്സ് ബോർഡിൽ അംഗമാവണം, അദ്ദേഹത്തിന്റെ കസേര വേണം, എന്നാലും ആളെ മാത്രം അറിയില്ല അല്ലേ? ദ ഫൗണ്ടർ ARK. നിന്നെ ആരാടാ കത്തിക്ക് വിട്ടത്? എന്നെ ആരും കയറ്റി വിട്ടൊന്നുമല്ല. കൊച്ചി വരെ ഫ്ലൈറ്റിൽ വന്നു, പിന്നെ അവിടെ നിന്ന് കാറിൽ വന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി വന്നു. ഞാൻ തന്നെ വന്നതാ. സർ 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 പ്ലീസ്, അകത്തേക്ക് പോകാൻ പറ്റില്ല സർ. ഒന്ന് പോടാ. പോവാൻ വാ, വണ്ടി എടുക്ക്. അതല്ല സാറേ, കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നിട്ട് സെയിം ഫീലിംഗ്. ആ കൈയുടെ മുദ്ര ഏതവന്റെയാടാ? ഞങ്ങളുടെ പയ്യൻ നിങ്ങളുടെ ഓഫീസിൽ വന്നപ്പോ കമ്പനിയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞില്ലേ? എന്നിട്ട് ഞങ്ങൾ മാത്രം താലപ്പൊലി എടുത്ത് സ്വീകരിക്കണം. അതിനാണോ ഞങ്ങളിവിടെ ഇരിക്കുന്നത്? ഞങ്ങളുടെ ഗുഡ്സ് ഇവിടെ ഉണ്ടടാ. ഉണ്ടെങ്കിൽ എല്ലാ വർഷവും 10-30 കോടിയുടെ ബിസിനസ് തരുന്നവരാ ഞങ്ങള്. അതിന് മുമ്പിൽ നിന്ന് മാറടാ. പറഞ്ഞാ നിനക്ക് മനസ്സിലാകില്ലടാ പരട്ട കിളവാ. മുത്തച്ഛനെ കൈവച്ചത് ആരാടാ? ആരാ മുത്തച്ഛനെ കൈവച്ചത്? ആരാടാ? നീയാണോടാ കൈവച്ചത്? ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നത്. നീയാണോ? നീയാണോടാ കൈവച്ചത്? ആണോന്ന്? നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു മാർഗമുള്ളൂ. വേഗം എടുത്തോ, വേഗം. ചായ സാറിന് സ്പെഷ്യലായി ഉണ്ടാക്കിയതാ. ടവൽ ഐസിലിട്ടതാ, നല്ല തണുപ്പ് കിട്ടും. ആരാടാ കൈവച്ചത്? ആരാണെന്ന്? അയ്യോ മോനെ, വന്നപ്പോ ഇങ്ങനെ ആരാണെന്ന് ചോദിച്ചോണ്ടിരിക്കുവാണല്ലോ. അദ്ദേഹം എന്താ ഫയൽവാനാണോ? 10 പേര് ചേർന്ന് അല്ലാനായിട്ട് ഒരുത്തനൊന്ന് തള്ളി മോൻ അവനെ ചവിട്ടി കൂട്ടുകയും ചെയ്തു. കിടക്കണം നോക്കൂ സാർ. നിങ്ങളുടെ സാർ എവിടെടാ? ആരാ അടിച്ചെന്ന് ചോദിച്ചാൽ മാത്രം മതിയോ? പറയാനുള്ള ടൈമെങ്കിലും കൊടുക്കണ്ടേ? സാർ, ഇതിലും ക്ലാരിറ്റിയോടെ ആരും പറയില്ല. അപ്പൊ സാറ് പറയുന്നത് എന്താന്ന് വെച്ചാല്, നിന്റെ അച്ഛൻ വന്ന് കുത്തി, എവിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേസ് വീക്കായി പോയി. ഞാൻ ഇവിടെ വന്ന് തല്ലി, എവിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കേസും വീക്കായി പോവും. ക്ലിയർ അല്ലേ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ടേബിളിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ഇരുന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കായിരുന്നു. അല്ലാതെ എന്നെ പോലെ ടേബിളിന്റെ പുറത്തിരുന്ന് സംസാരിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും നോക്കുന്ന സാറേ? ആദ്യം കയറി ഉടനെ പുറത്തേക്ക് വന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ ഇറങ്ങുന്നില്ല. ഫ്ലൈറ്റിന് ടൈം ആവണം എനിക്ക്. ഇനി വല്ലതും ചോദിക്കാനും പറയാനുണ്ടോ? ഓഹോ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അവിടുത്തെ നമ്മുടെ യുവരാജാവിന് സംസാരമൊന്നും വരില്ല. ഈ യുവരാജാവിനും സംസാരിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടുപേരും സെയിമാ, സൈലന്റ് മൂവി സൂപ്പർ സ്റ്റാർസ്. എന്റെ ശബരിമല അയ്യപ്പ, വെള്ളത്തിൽ കിടക്കുന്ന കപ്പല് കരയിലൂടെ വരുന്നോ? കാറാടാ അത്. ഓ, ഒന്ന് പൊലിപ്പിച്ചതാ സാറേ. പേരെന്താ എന്റെ? RRO? എന്താ സാറേ ഇത്? രാജ്മൗലിയുടെ സിനിമാ പേര് പോലെ ഉണ്ടല്ലോ. റോൾസ് റോയ്സടാ. എന്തൊരു കോൺട്രാസ്റ്റ് ഇത് എന്റെ പൊന്നു ഏട്ടാ. ഈ കാറിന്റെ ഒരു റേഞ്ചും ചേട്ടനും തമ്മിൽ യാതൊരുവിധ മാച്ചിങ്ങും ഇല്ല ഏട്ടാ. എന്നാലൊരു സെൽഫി എടുത്ത് കളയാം. ഇത് കൊടയല്ലേ? വെയിലും മഴയ്ക്ക് കൊള്ളാതിരിക്കാൻ ഉപയോഗിക്കുമെങ്കിലും
ചിലപ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി ഉപയോഗിക്കാറുണ്ട്. അതായത് ഹാർട്ട് തുളയ്ക്കാനായിട്ട് ഉപയോഗിക്കും. ഇതാ ഇങ്ങനെ. നിങ്ങൾ ഇപ്പോഴാ കാറിൽ നിന്ന് ഇറങ്ങിയത്, ഞാൻ ഇപ്പോഴാ ക്യാരക്ടറിലേക്ക് കയറിയത്. നാണം വരുന്നുണ്ടോ? വീണ്ടും കാണാം. നൈസ് മീറ്റിംഗ് യു. വാസരെ ഫ്ലൈറ്റ് ടൈമായി. കാറ് നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ പറയണേ. നിക്കടാ. നമ്മുടെ പോർട്ടിൽ വന്ന് അച്ഛനെ ഫോൺ ചെയ്യുന്നു. കൊല്ലണ്ടവനെ. വാണിംഗ് തന്നതുപോലെ തന്നെ അവരുടെ കമ്പനിയുടെ ഷെയർ നമുക്ക് തരൂടാ. തരാതെ എവിടെ പോവാനാ? ആ നീ പോടാ. ഹലോ, Who are you? വന്നല്ലോ നീ മുന്നിൽ, ദൈവത്തിൻ പുത്രനായി നിന്നിടും മണ്ണിൽ. വന്നല്ലോ നീ മുന്നിൽ, ദൈവത്തിൻ പുത്രനായി വാഴ്ത്തിടും മണ്ണിൽ. വന്നല്ലോ നീ മുന്നിൽ, ദൈവത്തിൻ പുത്രനായി നിന്നിടും മണ്ണിൽ. അന്ന് പോർട്ടിലും ഇവൻ, ഇന്ന് ബോർഡിലും ഇവൻ. ഇവനെ ഇന്ന് I wanna follow you. I wanna follow you. I wanna follow you. I wanna follow you. I wanna follow. നിങ്ങളുടെ ചെറിയ സാറിന് മാഡം സ്പീക്കർ, മാഡത്തിന് മൈക്കാ. എത്ര പേരാ ഇത്? ഒരാൾ സംസാരിക്കേ. ആ Fine then, I'll leave. തഞ്ചിപ്പോകല്ലേ നെഞ്ചിൽ നീയല്ലേ, മുഞ്ചും കനവെല്ലാം കെഞ്ചും നീയായി. ഈ പാട്ട് ഇവൻ നമ്മുടെ മോന് വേണ്ടി പാടുന്നതാണോ അതോ അവന് വേണ്ടി തന്നെ പാടുന്നതാണോ? നാണം എല്ലാം എന്നോടെന്നും ചൊല്ലിടാമോ, മോഹത്താലേ നിന്നിൽ എന്നും അരികത്തായി ചേർന്നിടാം. തഞ്ചിപ്പോകല്ലേ. അവള് പോയി, ഇനി ഇവനെന്ത് കാണിക്കാനാ? I will be giving. സിനിമ കാട്ടമാമ, ഞാൻ സിനിമ കാട്ടമാമ. ശരി ശരി ഏതെന്ന് നല്ല സിനിമ കാട്ടമാമ. മാമ സിനിമ കാട്ടമാമ, ഞാൻ സിനിമ കാട്ടമാമ. ശരി ശരി ഏതെന്ന് നല്ല സിനിമ കാട്ടമാമ. മാമ എടാ അറിയാം, ഇനി തെലുങ്ക് സൂപ്പർ സ്റ്റാർ പവൻ കല്യാണിന്റെ പാട്ടിട്ടൂടെ? സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നില്ല ശിവരാമൻ സാറേ. അദ്ദേഹത്തിന്റെ പാട്ടിന് സിറ്റുവേഷൻ എന്തിനാ? ഞാൻ ഡിമാൻഡ് ചെയ്താ പോരെ? ഹേ ആകാശവാണി കൊച്ചി നിലയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാക്കനാട് എന്ന് വിളിക്കുന്ന ശിവരാമൻ സാറിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗാനം, അതും ഒരു തെലുങ്ക് ഗാനം ആസ്വദിക്കൂ. കൊട്ടാൻ അറിയാവുന്ന ഒരു കൊട്ടിക്കോ. പെണ്ണേ നീല ജീവിതം എന്നിൽ എന്നും പൊട്ടിപ്പാളി പോകും ഒരു പപ്പടം. പെണ്ണേ നീല ജീവിതം എന്നിൽ എന്നും പൊട്ടിപ്പാളി പോകും ഒരു പപ്പടം. ഏതവനാടാ അത്? ഇങ്ങനെ ഇത് ബോർഡ് റൂമോ ബോൾ റൂമോ? Are you very angry bird? Hey, you want to buy the shares papers pagiditalla? There's no the om, no the paspu. God must be really crazy. Lakshmi God will never disify me, you know. I'm going to simplify the shares. Father. അത് ആരൊപ്പിട്ട പേപ്പറാണെന്ന് അറിയാൻ നിനക്ക്? അതാരാണെന്ന് അറിയാൻ നിനക്ക്? അറിയോ നിനക്ക്?
അമ്മിണി നീയാണോ എന്നും ആഹാ മുന്നിലായി മിന്നനായി വരൂ. നിന്റെയാ നിന്റെയാ ആ? എന്റെയാ? അത് ശരി, വലിയ സാറിന്റെ കോൾ എന്താ വരാത്തെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതും സോൾവ് ആയി കിട്ടി. അതിനാ ടൈമിങ് എന്ന് പറയുന്നത്. സർ ഇയാള് മാറില്ലേ? ഒരുത്തിനടിച്ച അപ്പോഴേ ഓടി പോവാ. നമുക്ക് പോവാം സർ. എനിക്കെന്തോ പണ്ടു സംതിങ് കംപ്ലീറ്റ് ആവാത്ത പോലെ. കംപ്ലീറ്റ് ആവാത്ത പോലെ? ഇത്രയും പാട്ടൊക്കെ ഇട്ട് പാക്ക് ചെയ്തിട്ട് ഡയലോഗ് ഇല്ലാത്തോണ്ടാ? പ്രവീൺ നായടി, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ ഓഫീസിലേക്ക് വരില്ല. മുത്തശ്ശന് പ്രായമായി, മകനൊന്നും അറിയില്ല. കാറ് കാലിയായതുകൊണ്ടും റോഡ് വളരെ വിശാലമായതുകൊണ്ടും തോന്നുമ്പോഴൊക്കെ കയറി വന്നാണ്ടല്ലോ. ഇവിടെ ഒരു ചേട്ടനും കൂടെ ഉണ്ട്. അത് ഇടയ്ക്കിടെ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ. ഇതെങ്ങനെയുണ്ട്? ഐ ഫീൽ ലൈക്ക് whistling. ഇത് വിസിൽ കൊണ്ടൊന്നും ശരിയാവില്ല. നല്ല ഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സ്ലോ മോഷനും CGയും നല്ല ഇടിവിട്ട് സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ വേണം. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വാ. He's a sensation. Arre bunny, adu bada record. Chadri bada. Fight, fight, fight.